ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടോക്കൺ പോക്കറ്റ് എന്ന് പറഞ്ഞ വാലറ്റിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും അത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു റെയിൻ ബി എൻ ബിയിലേക്ക് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം റെയിൻ ബി എൻ ബിയിലേക്ക് ഇത്രയും നാൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത് ടോക്കൺ പോക്കറ്റിൽ ബി എൻ ബി നമ്മൾ റിസീവ് ചെയ്തിട്ട് ആ ബി എൻ ബി യൂസ് ചെയ്ത് ടോക്കൺ പോക്കറ്റ് വഴി തന്നെ രജിസ്റ്റർ ചെയ്യലായിരുന്നു. ഇപ്പോൾ നമുക്ക് റെയിൻ ബി എൻ ബിക്ക് സ്വന്തമായിട്ടൊരു ആപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ആ ആപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ റെയിൻ ബി എൻ ബിയിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടോക്കൺ പോക്കറ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് അതിൽ വേണം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ സെർച്ചിൽ പോയിട്ട് ടോക്കൺ പോക്കറ്റ് എന്ന് അടിക്കുക. ടോക്കൺ പോക്കറ്റ് എന്ന് അടിച്ച് കഴിയുമ്പോൾ ടോക്കൺ പോക്കറ്റ് വരും. അതിൽ ഈ രണ്ടാമത് കാണുന്ന TP എന്നുള്ള ഇതാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്നും പറഞ്ഞായിരിക്കും വരുന്നത്. എനിക്കിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഓപ്പൺ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ടുള്ളവർക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇൻസ്റ്റാൾ ഞെക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് ആദ്യം ചോദിക്കുന്നത് ഐ ഹാവ് ആൻ അക്കൗണ്ടും അതുപോലെ നോ അക്കൗണ്ട് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ആയിരിക്കും. ഐ ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അത് അതിലേക്ക് ആ അക്കൗണ്ടിലേക്ക് കയറിയാൽ മതി എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് അതിൽ കയറാൻ പറ്റും. ഇനിയിപ്പം നിങ്ങൾ പുതുതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നോ അക്കൗണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ എങ്ങനെ പുതുതായിട്ട് ഒരു അക്കൗണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ട്, അത് കൂടാണ്ട് ഒരു അക്കൗണ്ടും കൂടെ നമുക്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഈ ഒറ്റ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നിലവിലുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഓൾറെഡി ഉള്ള അക്കൗണ്ട് ഇതുപോലെ ഓപ്പണായി വരും. അതിൽ ഈ മേളിലത്തെ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മേളിലുള്ള. അപ്പം നിങ്ങൾക്ക് ഇതിലുള്ള അക്കൗണ്ട്സ് എല്ലാം കാണിക്കും. അന്നേരം പുതിയതായിട്ടൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ OP എന്ന് പറഞ്ഞുകൊണ്ട് OPBNB എന്ന്, അതിൻ്റെ ഇപ്പുറത്തായിട്ട് റെഡ് കളറിൽ OP ഉണ്ടാവും. ഈ OPൻ്റെ താഴെയായിട്ടൊരു പ്ലസ് സിമ്പൽ ഉണ്ട്, അതായത് പുതുതായിട്ടൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പം ഇതിന് ശേഷം സെയിം മെത്തേഡ് തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും പഴയതുള്ളവർക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളിപ്പം നോ അക്കൗണ്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അതായത് നമ്മുടെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ OP എന്ന് അടിക്കുക, OPBNB എന്ന് അടിക്കുമ്പോൾ ഇങ്ങനെ വരും. റെഡ് കളറിൽ OP എന്ന് എഴുതിയിട്ട് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ രണ്ട് ഓപ്ഷൻ വരും, ക്രിയേറ്റ് വാലറ്റ്, ഇമ്പോർട്ട് വാലറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി ഇല്ലല്ലോ, അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ക്രിയേറ്റ് കൊടുക്കാം. അതേസമയം ഇമ്പോർട്ട് ഉള്ളവർക്കാണെങ്കിൽ, അതായത് ഇപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് അവർക്ക് ഇതിലോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിലുള്ള സീക്രട്ട് ഫ്രേസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ പേസ്റ്റ് എന്നുള്ളിടത്ത് ആ 12 വാക്കുകൾ ഇവിടെ അടിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കാം. താഴെയായിട്ട് 2 പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതായത് ഒരു പാസ്വേഡ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അടിച്ച് 2 തവണ അടിച്ച് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ട് വാലറ്റ് കൊടുത്താൽ തന്നെ ഫോണിലേക്ക് ഇമ്പോർട്ട് ആവുന്നതാണ്. ഇനിയിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നവരുടെ കാണിച്ചു തരാം. ഒന്ന് ബാക്ക് അടിക്കുകയാണ്, ഒന്ന് ഉറപ്പുക. ഈ OP എന്നുള്ളത് സെലക്ട് ചെയ്യുക. OPBNB സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ക്രിയേറ്റ് വാലറ്റ് എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു പേര് കൊടുക്കുക. ഞാനിപ്പം റെയിൻ BNB ന്യൂ എന്നും പറഞ്ഞു കൊടുക്കുക. അതായത് എൻ്റെ ആ വാലറ്റിന് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. എന്ത് ആൾക്കാരുടെ പേര് വേണമെങ്കിൽ അത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ എനിക്ക് പുതിയതായിട്ടൊരു വാലറ്റ് എടുക്കുന്നതാണ്, അപ്പോൾ അതിന് ഒരു പേര് കൊടുത്തു. പിന്നെ പാസ്വേഡ് എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഞാനിപ്പോൾ 1 തൊട്ട് 8 വരെ കൊടുക്കുന്നു. 3 4 5 6 7 8. ഈ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളൊരു വാലറ്റിലേക്ക് BNB അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് വേണം. അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കോയിൻ നമ്മളറിയാണ്ട് നഷ്ടപ്പെടാണ്ടിരിക്കാനാണ് അത് ചെയ്യുന്നത്. പാസ്വേഡ് അടിക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഹിൻറ്റ്, അതായത് പാസ്വേഡിന് എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി വേണമെങ്കിൽ അത് കൊടുക്കുക. ഇപ്പം ഞാനത് കൊടുക്കുന്നില്ല. ശരിക്കും അത് അത്യാവശ്യമില്ല. നിങ്ങൾ ആകെ ഇവിടെ പേര് കൊടുക്കുക, ഈ 2 സ്ഥലത്ത് പാസ്വേഡ് അടിക്കുക. എന്നിട്ട് ഈ റീഡ് ആൻഡ് എഗ്രി എന്ന് പറയുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു സർക്കിൾ കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ക്രിയേറ്റ് വാലറ്റ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ളത് വായിക്കാൻ തരും. അതായത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് അണ്ടർസ്റ്റുഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനാണ്, അതായത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. അപ്പം അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ റൈറ്റ് സൈഡിൽ ഒരു സർക്കിൾ കണ്ടോ, ഒരു വട്ടത്തിൽ, അത് 3 എണ്ണം ഉണ്ട്. 3 എണ്ണത്തിലും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അന്നേരം ഇത് 3ഉം ടിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ താഴത്തെ ഇത് തെളിഞ്ഞ് വരുള്ളൂ. തെളിഞ്ഞ് വരുന്ന ഈ ജനറേറ്റ് ന്യൂമോണിക് എന്ന് പറഞ്ഞാൽ അതിൽ ഞെക്കുക. അപ്പം നമ്മുടെ 12 വാക്കുകൾ ഇവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ടാപ്പ് ടു ഡിസ്പ്ലേ റിക്കവറി ഫ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ടാപ്പ് ടു ഡിസ്പ്ലേ റിക്കവറി ഫ്രേസ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 12 വാക്കുകൾ നമുക്ക് കാണാം. ഈ 12 വാക്കുകളാണ് ശരിക്കും ഇതിൻ്റെ മെയിൻ പാസ്വേഡ് എന്ന് പറയുന്നത്. ഈ 12 വാക്കുള്ളവർക്കെല്ലാം
നമുക്ക് നമ്മുടെ ഈ അക്കൗണ്ട് ഏത് ഫോണിൽ നിന്ന് വേണേലും അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിൽ നിന്ന് വേണേലും നമുക്ക് കയറാൻ പറ്റും. അതായത് അതുവഴി ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഈ 12 വാക്കുകൾ മാത്രം വേണമെന്നേ ഉള്ളൂ. ഇതൊരിക്കലും കളയരുത് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യുന്നത് വെച്ചാൽ കോപ്പി ചെയ്തു. കോപ്പി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾ പറയും. ഇത് ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ. അന്നേരം നമ്മളിത് 3 ശരി കൊടുക്കുക, എന്നിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ കോപ്പി ആയിട്ടുണ്ട്. നിങ്ങളത് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ മതി. കാരണം തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഇത് ആവശ്യമുണ്ട്. പോരാത്തതിന് ഇതൊരിക്കലും കളയാനും പാടില്ല. അപ്പം ഞാനിത് കോപ്പി ചെയ്തു, അതൊന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് അത് നോക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 12 വാക്ക് നിങ്ങളിവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം കംപ്ലീറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുക. കംപ്ലീറ്റഡ് ബാക്കപ്പ് വെരിഫൈ ഇറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ആ 12 വാക്കും അതേ ഓർഡറിൽ 1 തൊട്ട് 12 വരെ അതേ ഓർഡറിൽ തന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ഇതേപോലെ നിങ്ങളുടെ ചെയ്യണം. എല്ലാവർക്കും വേറെ വേറെ വാക്കുകളായിരിക്കും. പന്ത്രണ്ട് വാക്കും കൊടുത്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയതായിട്ടൊരു വാലറ്റ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോക്കൺ പോക്കറ്റിലുള്ള ഒരു വാലറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെയിൻ BNBയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു 0.0044 BNBൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്ത് തരാം, അല്ലെങ്കിൽ BNB അയച്ചു തരാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം ബിനാൻസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്, ഈ ക്രിപ്റ്റോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബിനാൻസ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു സ്ഥലത്തുള്ള BNB നമുക്ക് ഇതിലേക്ക് അയക്കാൻ പറ്റും. വേറെ വാലറ്റിലുള്ള BNB ഇതിലേക്ക് അയക്കാൻ പറ്റും. അപ്പം അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OPBNB എന്നുള്ള നെറ്റ്വർക്ക് വഴി വേണം അയക്കാൻ. ഇതിപ്പോൾ അയക്കാൻ അറിയാവുന്നവർക്കാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ റെഫർ ചെയ്ത് ആരാണോ അവരിതുപോലെ അവരുടെ അടുത്ത് BNB ഉണ്ടാവും, അവരിതുപോലെ അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ BNB ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ റിസീവ് എന്ന് പറഞ്ഞുണ്ടോ താഴെ നീല കളറിൽ. അപ്പോൾ ആ റിസീവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജ് ഓപ്പണായി വരുന്നതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു വാലറ്റിൻ്റെ അഡ്രസ്സാണിത്. ഈ റിസീവർ എന്ന് പറഞ്ഞ് കാണിക്കുന്ന അഡ്രസ്സ്, അതിൻ്റെ QR ആണത്. അപ്പോൾ ഈ QR സ്കാൻ ചെയ്താൽ ഇതിലെ അഡ്രസ്സ് തന്നെയാണ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് BNB അയച്ചു തരുന്ന ആരാണോ അവർക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് കോപ്പി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പി ആവും. ഈ കോപ്പി ചെയ്ത ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുക. ഇതൊരു അഡ്രസ്സാണ്, നിങ്ങളുടെ ഈ BNBൻ്റെ അഡ്രസ്സാണിത്. ഇത് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അവിടുന്ന് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള BNB അയച്ചു തരാൻ പറ്റുന്നതാണ്. അപ്പം അവരയച്ചു തന്നതിന് ശേഷം ഈ അഡ്രസ്സ് അയച്ചു കൊടുത്ത് അവർ BNB അയച്ചതിന് ശേഷം നമ്മുടെ ഇതിലോട്ടേക്ക് BNB കയറുന്നതാണ്. ഇതുപോലെ ഇവിടെ കയറിയിട്ടുണ്ട്. ഇപ്പം 0.004402 BNB ഇവിടെ ഇപ്പം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പം ഇത്രയും BNB കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ BNB വെച്ചിട്ട് നമുക്ക് റെയിൻ BNB എന്ന് പറഞ്ഞ ആപ്പ് വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. റെയിൻ BNBയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി ആപ്ലിക്കേഷൻ, ഇതിൻ്റെ ആപ്പ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആപ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ടെലിഗ്രാമിലുണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അതിനായിട്ട് ടെലിഗ്രാം ഓപ്പൺ ചെയ്യുക. ടെലിഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് സെർച്ച് ബാറിൽ പോയിട്ട് റൈഡ് BNB എന്ന് അടിക്കുക. ഇപ്പം ഞാൻ സെർച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ റൈഡ് BNB എന്ന് സെർച്ച് ചെയ്യുമ്പോൾ റൈഡ് BNB ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ചാനൽ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ചാനൽ ഓപ്പണായി വരും. ഇതിൽ റൈഡ് BNBയുടെ കാര്യങ്ങളെല്ലാം വരുന്ന ചാനലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ വേണ്ടത് ഇതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആപ്പ് കിടക്കുന്നത് ഇവരിപ്പോൾ സെപ്പറേറ്റ് ഒരു ചാനലിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡേറ്റ് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എപ്പോൾ കയറുകയാണെങ്കിലും ഫെബ്രുവരി 20 അയച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ്. ഇതിൽ നമുക്ക് ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാണാം. ഇതാണ് ആ ലിങ്ക്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ആപ്പ് മാത്രമായിട്ട് വേറൊരു ചാനലിൽ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് എളുപ്പത്തിന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കയറിയിട്ട് ജസ്റ്റ് ഈ rainbnb.apk എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 108 MB ഉള്ള ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ആവുന്നതാണ്. ആപ്പ് ഇപ്പം നിലവിൽ എനിക്ക് ഓൾറെഡി വാട്സപ്പിൽ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അതുവഴി ഒന്ന് കാണിച്ചു തരാം. സെയിം മെത്തേഡ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പം റെയിൻ BNB ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇതിലേക്ക് ഡൗൺലോഡ് ആവും. എന്നിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഡൗൺലോഡ് ആയതിന് ശേഷമുള്ളതൊന്ന് ജസ്റ്റ് വാട്സപ്പ് വഴി ഞാൻ കാണിച്ചു തരാം. ഇതാണത്. ഇത് തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. സെയിം ആപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് പെർമിഷൻ ചോദിക്കും. ഇപ്പോൾ ഇവിടെ വാട്സപ്പ് എന്ന് പറഞ്ഞ് പെർമിഷൻ ചോദിക്കുന്നു, അവിടെ ആണെങ്കിൽ ടെലിഗ്രാം എന്ന് പറഞ്ഞ് ചോദിക്കും. അതേ വ്യത്യാസമുള്ളൂ. പെർമിഷൻ ചോദിക്കുന്നതിൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട്
ഈ അൺനോൺ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനാണ് ചോദിക്കുന്നത്. അപ്പം ഈ അലൗ എന്ന് പറഞ്ഞിട്ടുള്ള അലൗ ഫ്രം ദിസ് ടൂൾസ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സെലക്ട് ആയി, ഓക്കെയാണ്. ഇത് അവിടെ ടെലിഗ്രാം ആയിരിക്കും, അതേ വ്യത്യാസമുള്ളൂ. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. അപ്പോൾ ഇവിടെ റെയിൻ BNB എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് ചോദിക്കും. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5-10 സെക്കൻഡിനുള്ളിൽ തന്നെ അത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ കണക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ് ഓപ്ഷൻസ് ചോദിക്കും. ഇത്രയും വാലറ്റുകൾ വഴി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിതിൽ സെലക്ട് ചെയ്യേണ്ടത് ടോക്കൺ പോക്കറ്റ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടോക്കൺ പോക്കറ്റ് സെലക്ട് ചെയ്യാം. ടോക്കൺ പോക്കറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടോക്കൺ പോക്കറ്റ് എന്ന് കാണിച്ച് നേരെ അടുത്ത ടോക്കൺ പോക്കറ്റിലേക്ക് പോകും. അവിടെ എന്നിട്ട് ഇതുപോലെ നമ്മുടെ വാലറ്റിൻ്റെ പേര് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പെർമിഷൻ ചോദിക്കുന്നതാണ്, ഇത് ഓക്കെ ആണോ കണക്ട് ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് വാലറ്റ് ആണെങ്കിൽ കണക്റ്റ് കൊടുക്കുക. കണക്റ്റ് കൊടുത്തു കഴിയുമ്പം ഇതിലേക്ക് ഇപ്പോൾ വരുന്നതാണ്. അതായത് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 0.0044 BNB ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിനി ആരുടെ അണ്ടറിലാണോ നമ്മൾ രജിസ്റ്റർ ആകുന്നത്, അതായത് ആരുടെ റെഫറിലാണോ രജിസ്റ്റർ ആകുന്നത് അവിടെ റെഫറൽ ID ഒന്ന് അടിച്ചു കൊടുക്കുക. അത് അവരുടെ റെഫറൽ ID അടിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു റെഫറൽ IDൻ്റെ കീഴിലാണ് ഇപ്പോൾ രജിസ്റ്റർ ആകാൻ പോകുന്നത്. അപ്പോൾ അത് അടിച്ചു കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മുടെ ഇതിലേക്ക് ടോക്കൺ പോക്കറ്റിലേക്ക് വന്നിട്ട് ഇതുപോലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് ചോദിക്കും. അത്രയും BNB നമ്മുടെ ഇതിൽ നിന്നപ്പം പോകുന്നതായിരിക്കും. അതായത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീസാണിത്. അപ്പോൾ അതിൽ ഓക്കെ ആണെങ്കിൽ കൺഫേം കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഓൾറെഡി ഫസ്റ്റ് കൊടുത്തില്ല പാസ്വേഡ്, ആ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ച് കൺഫേം ചെയ്തതിന് ശേഷം സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ചെറുതായിട്ട് എഴുതി കാണിക്കും. അതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസർ ID കാണാം. നമുക്കിപ്പം നിലവിൽ BNB ഇല്ല. മൈ വാലറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിലവിൽ ഇപ്പോൾ BNB ഇല്ല, കാരണം നമ്മളുള്ള BNB രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ഇനി നമ്മൾ താഴോട്ട് ആൾക്കാരെ ചേർത്ത് അവർ വരുമ്പോൾ BNB കിട്ടും. അതേപോലെ അവരുടെ താഴോട്ടേക്കുള്ള ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ BNB കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ റാങ്ക് ഉള്ളത് ബിഗിനറിലാണ്. അപ്പം ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് എത്ര BNB അപ്ഗ്രേഡ് ചെയ്യാൻ വേണം, ഏത് ലെവലിലോട്ടേക്കാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്, അങ്ങനെ നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം പിന്നീട് താഴോട്ടേക്ക് ആൾക്കാർ വന്നു കഴിയുമ്പം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ റെഫറൽ ID ഇവിടെ കാണാൻ പറ്റും. അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഡെപ്പോസിറ്റ് ഇപ്പോൾ നിലവിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് 0.004 BNB, അതായത് 0.0044 BNB രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചല്ലോ, അതാണ് ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് താഴോട്ടേക്ക് വരുന്ന ബോണസുകളുടെ ടോട്ടൽ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആരെയൊക്കെ ഡയറക്റ്റായിട്ട് റെഫർ ചെയ്യുന്നോ അത് നമുക്കിവിടെ കാണാം. പിന്നെ നമ്മൾ റെഫർ ചെയ്തവർ താഴോട്ട് വീണ്ടും റെഫർ ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെ മൊത്തം കമ്മ്യൂണിറ്റി എത്രയുണ്ടെന്ന് ഇവിടെ കാണാം. പിന്നെ ഡയറക്റ്റായിട്ട് വരുന്ന ബോണസ്, റെഫറൽ വഴി കിട്ടുന്ന ബോണസ്, പിന്നെ ഓരോരുത്തർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബോണസ്, പിന്നെ ഓരോ പുതുതായിട്ടുള്ള ജോയിനീസ് താഴെ ഓരോ ലെവലിൽ വരുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് ബോണസ് കിട്ടും. പിന്നെ റോയാലിറ്റി, അതായത് നമ്മളൊരു 10ാമത്തെ റാങ്ക് കഴിഞ്ഞാൽ, അതായത് ഐക്കൺ എന്ന് പറഞ്ഞ റാങ്കും അതിന് മുകളിലോട്ടേക്കും നമുക്ക് ഓവറോൾ ഈ റെയിൻ BNBൻ്റെ ഓവറോൾ ഇതിൻ്റെ നിന്ന്, അതായത് ഓവറോൾ പ്രോഫിറ്റിൻ്റെ ഒരു ശതമാനം അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് റോയാലിറ്റി എന്ന് പറയുന്നത്. അത് പക്ഷേ ഐക്കൺ എന്ന് പറഞ്ഞ റാങ്കിന് മുകളിലോട്ടേക്ക് വേണം, ഐക്കണോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടേക്കോ. പിന്നെ റിവാർഡ് ബോണസ്, നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിവാർഡിൻ്റെ എത്രയുണ്ടെന്നുള്ള ടോട്ടൽ ഇവിടെ കാണിക്കും. അതിനുശേഷം നമുക്കിവിടെ താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ലെവൽ കറക്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മുടെ താഴെ നമ്മളെക്കാളും ലെവലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ വഴി നമുക്ക് കിട്ടേണ്ട വരുമാനം നമുക്ക് മുകളിലുള്ള ആളിലേക്ക് പോകും. അതായത് ഞാനിപ്പോൾ അംബാസിഡർ ആണെങ്കിൽ എൻ്റെ താഴെ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അച്ചീവർ എന്ന് പറയുന്ന റാങ്കാണെന്ന് വിചാരിക്കുക, അതായത് 3ാമത്തെ ലെവലാണ് അച്ചീവർ, ഞാൻ അച്ചീവറാണ്. എൻ്റെ താഴെ ഒരു അംബാസിഡർ വന്നു കഴിഞ്ഞാൽ ആ വരുമാനം പോകുന്നത് എൻ്റെ മുകളിൽ ആരാണോ അംബാസിഡർ ഉള്ളത്, എന്നെ റെഫർ ചെയ്തതിൻ്റെ മുകളിലായിട്ട് ആരാണോ അംബാസിഡർ ഉള്ളത് അവർക്കാണ്. അപ്പം ഞാൻ അതേ സമയത്ത് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് അംബാസിഡർ ആക്കി വെച്ചിരുന്നെങ്കിൽ ആ താഴെ ആൾ വന്നു കഴിഞ്ഞാൽ ആ വരുമാനം എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാണ്ടിരിക്കാനാണ് ഈ കറക്റ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറയുന്നത്.
നമുക്ക് റാങ്ക് ബോണസ് ആയിട്ട് ഇവിടെ കാണാം. ഇപ്പോൾ നിലവിലെല്ലാം 0 ആണ്. എല്ലാ റാങ്കിൽ നിന്നും നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ ബിഗിന്നർ ആയിട്ടുള്ളവരുടെയും ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളവരുടെയും എല്ലാം വരുമാനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും, നമ്മുടെ താഴെ വരുന്നത്. ഇപ്പോൾ നിലവിൽ ഇത്രയാണുള്ളത്. മെയിൻ ഇൻ്റർഫേസിൽ ഇത്രയാണ്. പിന്നെ താഴെയായിട്ട് നമുക്ക് കാണാം, ഏറ്റവും താഴെ രണ്ടാമതായിട്ട് കണ്ടോ ഡാഷ്ബോർഡ് ഉണ്ട്, മൈ ടീം ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, ഡൗൺലൈൻ ഉണ്ട്, റിവാർഡ്സ് ഉണ്ട്. അതിൽ മൈ ടീം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വഴി റെഫറൽ ചെയ്ത് കിട്ടുന്നു. നമ്മൾ ആരെയൊക്കെ റെഫർ ചെയ്യുന്നുണ്ടോ അവരുടെ എല്ലാം ഐഡികളും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഒന്നാമത്തെ ലെവലിലുള്ളവർ, രണ്ടാമത്തെ ലെവലിലുള്ളവർ, അങ്ങനെ പോയി 15 ലെവലിൽ വരെയുള്ളവരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ പുതിയതായതുകൊണ്ട് ആരുടെയും ഇല്ല, അതുകൊണ്ടാണൊന്നും കാണാത്തത്. പിന്നെയുള്ളത് മൂന്നാമത്തെ ഓപ്ഷനായ കമ്മ്യൂണിറ്റി ട്രീ. അതായത് കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ട്രീ ആയിട്ട് ആരൊക്കെ നമ്മുടെ താഴെ വന്നു. ഇപ്പം എൻ്റെ താഴെ ഞാനിപ്പോൾ 2 പേരെ കൊണ്ടുവന്നാൽ അവരിവിടെ ഫില്ലാവും. പിന്നെ അവർ കൊണ്ടുവരുന്ന ആൾക്കാർ ഇങ്ങനെ അതിൻ്റെ താഴെയായിട്ട് ഫില്ലാവും, 2 പേര് വെച്ച്. അതേസമയം ഇപ്പം ഞാനൊരു 3 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആൾ ഇവിടെയും രണ്ടാമത്തെ ആൾ ഇവിടെയും മൂന്നാമത്തെ ആൾ പക്ഷേ ഇവിടെയും വന്ന് കിടക്കും. അതായത് ഇതൊരു ബൈനറി സ്ട്രക്ചറിലാണ് പോകുന്നത്. അതായത് ഫില്ല് ചെയ്താണ് പോകുന്നത്. 2 പേരെ വെച്ച് ഫില്ല് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഒരാൾ ഇവിടെ, മൂന്നാമത്തെ ആൾ ഇവിടെയും വന്ന് നിൽക്കും. എന്നാൽ അതെൻ്റെ ഡയറക്റ്റ് റെഫറലാണ്. ഇയാളുടെ കമ്മ്യൂണിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരാളെയും കൂടെ കാണിക്കും. നമ്പറിൽ കൂടുതലുണ്ടാവും, പക്ഷേ ഡയറക്റ്റ് റെഫറലായിട്ട് 0 പേരായിരിക്കും. കാരണം ആരെയും റെഫർ ചെയ്തിട്ടില്ലല്ലോ ഇയാൾ. ഞാൻ റെഫർ ചെയ്തതാണല്ലോ ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇപ്പോൾ കണ്ട പോലെ ഓരോരുത്തരുടെ ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ID, എന്ന് ജോയിൻ ചെയ്തു, അതുപോലെ ഏത് റാങ്കിലാണ് ഉള്ളത്, അവരുടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ എത്രയായി, അങ്ങനെയുള്ളത്. കമ്മ്യൂണിറ്റി എത്രയായെന്ന് വെച്ചാൽ അവരുടെ താഴോട്ടേക്ക് എത്ര ആൾക്കാർ വന്നു, മൊത്തത്തിൽ അവർ കൊണ്ടുവന്നതും അവരുടെ താഴെ വന്നവരും കൊണ്ടുവന്നതും, അങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡൗൺലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ട്രീ ആയിട്ട് കണ്ടില്ലേ, ഈ ട്രീ കണ്ടത് ഇങ്ങനെ ഓരോ ലെവലായിട്ടും കാണിക്കുന്നതാണ് ഈ ഡൗൺലൈൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇവർ രണ്ടുപേരും എൻ്റെ ലെവൽ 1-ലുള്ളവരാണ്. അതേസമയം ഇവർ 4 പേരും എൻ്റെ ലെവൽ 2-ലുള്ളവരാണ്. ഇനി ഇവർക്ക് താഴെ വരുന്നത് 8 പേരായിരിക്കും. ആ 8 പേരും എൻ്റെ ലെവൽ 3 ആണ്. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ഓർഡറിൽ കാണിക്കുന്നതാണ് ഈ ഡൗൺലൈൻ എന്ന് പറഞ്ഞതിൽ. ഒന്നാമത്തേൽ ഞാൻ കൊണ്ടുവന്ന 2 പേര് ഇവിടെ വരും. ഇപ്പോൾ ഒന്നാമത്തെ ലെവൽ, ഇതിപ്പോൾ ലെവലുകളാണ് 1, 2, 3, 4, അങ്ങനെ 15 വരെ ലെവലുകളാണ്. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ലെവലിൽ 2 പേരായിരിക്കും, രണ്ടാമത്തെ ലെവലിൽ 4 പേരായിരിക്കും, മൂന്നാമത്തെ ലെവലിൽ 8 പേരായിരിക്കും, നാലാമത്തെ ലെവലിൽ 16 പേരായിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഡൗൺലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് കാണാം റിവാർഡ്സ്. ഈ റിവാർഡ്സ് എന്ന് പറയുന്നത് റോയാലിറ്റി റിവാർഡ്സാണ്. അതായത് റോയാലിറ്റി റിവാർഡ്സും പിന്നെ ക്ലബ് ബോണസുകളൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ റോയാലിറ്റി റിവാർഡ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഐക്കൺ എന്ന് പറഞ്ഞ റാങ്ക് എത്തിയതിന് ശേഷം അതിന് മുകളിലോട്ടുള്ളവർക്കാണ്. ഇപ്പോൾ ഐക്കണിന് തൊട്ടാണുള്ളത്. ടോട്ടൽ ഇപ്പം 639 പേര് ഈ ഒരു റിവാർഡ് ഇങ്ങനെ ഇന്നത്തെ ദിവസം മേടിക്കുന്നുണ്ട്. ഓരോ ദിവസത്തെ കണക്കാണ്. ഇന്നത്തെ ദിവസം ഇത്രയും ആൾക്കാർ വാങ്ങുന്നുണ്ട്. ലെജൻഡായിട്ട് 201 പേര് വാങ്ങുന്നുണ്ട്, എംബറായിട്ട് 142 പേര് വാങ്ങുന്നുണ്ട്, കോൺഗറായിട്ട് ആകെ 3 പേരേ ഉള്ളൂ, പിന്നെ ചാൻസലറായിട്ട് 2 പേര്, ക്രിയേറ്ററായിട്ട് ഒരാൾ മാത്രം. കാരണം ആൾക്കാരിങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ. നല്ല രീതിക്ക് ഒരു വരുമാനം ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം ഐക്കണൊക്കെ ഉള്ളവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അതിന് മുകളിലോട്ടുള്ളവർക്ക് അതനുസരിച്ച് തന്നെ. അപ്പം ഐക്കൺ വരെ എത്താൻ സാധിച്ചാൽ നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് നേടാൻ സാധിക്കും. പിന്നെ ഓരോ ക്ലബ് മെമ്പേഴ്സ് ഏറ്റവും താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഓരോ ക്ലബ്ബുകളുണ്ട്. നമ്മൾ ചേർന്ന ഓരോ ഇതനുസരിച്ച് പ്രൈം, എലൈറ്റ്, റോയൽ, ക്രൗൺ, സുപ്രീം, അങ്ങനെ ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളിൽ നിന്നുള്ള വരുമാനങ്ങളെല്ലാം കിട്ടും. ഇപ്പോൾ നിലവിൽ പ്രൈമിന് മാത്രമേ ഉള്ളൂ, എലൈറ്റ് തൊട്ട് ആൾക്കാരായിട്ടില്ല. കാരണം പ്രൈമിൽ തന്നെ ഇപ്പോൾ ഒരു BNB ഓരോ ദിവസം, അതായത് ഒരു ദിവസം ഏകദേശം 50,000 രൂപ എന്നുള്ള കണക്കാണ്. 50 അല്ല, 1.5 എന്ന് പറയുമ്പം ഏകദേശം ഒരു 1,00,000-അടുത്ത് വരും. കാരണം ഒരു BNB തന്നെ 60,000-ത്തിനടുത്തുണ്ട്. അപ്പം 1,00,000-ത്തിനടുത്ത് തന്നെ വരുമാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതിലിങ്ങനെ ലെവൽ കൂടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് റിവാർഡ്സിലുള്ളത്. നിലവിലിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇങ്ങനെ ആഡായി കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഒരുത്തരം കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ റെഫറൽ വേണം അവർക്ക് കൊടുക്കുക. ഇപ്പോൾ റെഫറൽ ID ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കാണാം കോപ്പി ഇടുന്നു പറഞ്ഞ്. ആ കോപ്പി ചെയ്തത് അവർക്ക് അയച്ചു കൊടുത്താൽ നിങ്ങളുടെ താഴെ ആരാണ് ചേർക്കുന്നത് അവർ ഇപ്പം നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഒരു ID അടിച്ചു കൊടുത്തില്ലേ, ഇതുപോലൊരു പ്രിവ്യൂ ID എന്ന് പറഞ്ഞ് വന്നിടത്ത് നേരത്തെ പച്ച കളർ രജിസ്റ്റർ എന്ന് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ID അടിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്. അവിടെ നമ്മൾ ആരുടെ ID അടിച്ചു കൊടുക്കുന്നു അവരുടെ അണ്ടറിലായിരിക്കും നമ്മൾ ജോയിൻ ആവുന്നത്. അതേപോലെ തന്നെ നമുക്ക് മുകളിലായിട്ട് കാണാം ബ്രെയിൻ BNBൻ്റെ ലോഗോ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഒന്ന് റീഫ്രഷ് ആകും, പേജ് റീഫ്രഷ്. ഇപ്പോൾ നമ്മുടെ താഴെയുള്ള ആരെങ്കിലും പുതുതായിട്ട് ചേരുകയോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് മാറുന്നതാണ്. അതായത് ആ വരുമാനം കൂടെ നമ്മുടെ ഇതിലേക്ക് ആഡായിട്ട് കാണിക്കുന്നതാണ്.
ഇത് രണ്ടാമത്തെ അടുത്ത ഓപ്ഷനായിട്ടുള്ളത് ഒരു കണ്ണിൻ്റെ പോലത്തെ ചിഹ്നം കാണാം. അതുവഴി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ താഴെ ചേർന്നിരിക്കുന്ന ആൾക്കാരുടെ ആരുടെയെങ്കിലും ID ഇവിടെ അടിച്ചു കൊടുത്ത് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പേജ് കാണുന്നില്ലേ, ഇപ്പം ഇത് കാണുന്നില്ല, ഈ പേജ് ഇതുപോലെ കാണുന്നില്ലേ, ഇതേ രീതിയിൽ അവരുടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാം ആരെയൊക്കെ അവർ കൊണ്ടുവന്നു, എത്ര പേരായി അവരുടെ ഇതിൽ. അതുപോലെ ഇനിയിപ്പോൾ അവർ ആരെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാണ്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ഇതുവഴി നോക്കി മനസ്സിലാക്കി അവരെ അറിയിക്കാം. ഇതുപോലെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും ചിലർ, അല്ലെങ്കിൽ അവരുടെ താഴെ ആൾക്കാർ വന്ന് ഇങ്ങനെ BNB കൂടിയത് അവർ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ അത് നോക്കാൻ വേണ്ടി നമ്മുടെ താഴെയുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ. അതിനുശേഷം മൂന്നാമതായിട്ടുള്ളത് പ്രൊമോഷണൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പ്രൊമോഷണൽ കാര്യങ്ങൾ, ഇപ്പം ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ അറിയാൻ പറ്റും. ഇത് ക്ലോസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കുള്ളത് ഇവരുടെ അനൗൺസ്മെൻറ്റ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവരൊരു ടൂർ പാക്കേജ് പോകുന്നുണ്ട് ദുബായ്, തായ്ലൻഡിലേക്കൊക്കെ. അത് അത്യാവശ്യം കുറച്ച് ലെവൽസ് കൂടിയവർക്കാണ്. അതായത് എലിജിബിലിറ്റി പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ നേരത്തെ തന്നെ ഐക്കൺ എന്ന് പറഞ്ഞില്ലേ, ഈ ഐക്കണിന് ശേഷമുള്ള അടുത്ത ലെവലാണ് ലെജൻഡ്. അപ്പം ഇവർ കണ്ടീഷൻ വയ്ക്കുന്നത് ഇങ്ങനെയാണ്. ലെജൻഡ് ഇപ്പം നിലവിൽ ലെജൻഡ് റാങ്കോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ ഉള്ളവർ, അതുപോലെ തന്നെ അവരുടെ താഴെ കൊണ്ടുവന്നിരിക്കുന്ന ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നൊരു 4 പേര് മിനിമം ഐക്കൺ റാങ്കിൽ എത്തിയിരിക്കണം. അപ്പം ഇത്രയും ഈ 2 ക്രൈറ്റീരിയാസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഏതായിരുന്നു ദുബായ് തായ്ലൻഡ് ട്രിപ്പ്, അപ്പം അതിലേക്ക് നമ്മളും കൂടെ ആഡ് ആവും, നമുക്കും അതിൽ പോകാൻ സാധിക്കും. അപ്പം അങ്ങനെ കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇപ്പം ആ ട്രിപ്പ് വരുന്നത് ഏകദേശം 2025 ഈ വർഷം തന്നെ മാർച്ചിലാണ്. അപ്പം നമ്മൾ മാക്സിമം ഇപ്പോൾ ട്രൈ ചെയ്താൽ അടുത്ത മാസം, അതായത് അടുത്ത മാസം മാർച്ച്, അടുത്ത മാസത്തെ ട്രിപ്പിൽ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ പുതിയൊരു കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.